എല്ലാവർക്കും നമസ്കാരം. ടാലന്റ് അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കേരള ജോഗ്രഫിയുടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ 2025 ടേംസിൻ്റെ എക്സാം, അതായത് കേരളത്തിലുള്ള എല്ലാ PSC ആസ്പിറൻസിനും ഒരു മികച്ചൊരു അവസരമാണ് നമ്മുടെ ഈ എക്സാം എന്ന് പറയുന്നത്. ടാലന്റ് അക്കാഡമിയുടെ കേരളത്തിലുള്ള എല്ലാ സെൻറ്ററുകളിലുമായിട്ട് നമ്മൾ നടത്തുന്ന, അതായത് മാർച്ച് 15 ശനിയാഴ്ച ദിവസമാണ് നമ്മളുടെ ഈ ടൈംസ് എക്സാം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കുന്ന കുട്ടിക്ക് 100% സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കും. സെക്കൻഡ് പ്രൈസിന് 50% സ്കോളർഷിപ്പ്, തേർഡ് പ്രൈസിനാണെങ്കിലോ ബാക്കി 25% സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്താതെ വിനിയോഗിക്കുക. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. നമ്മുടെ ടാലന്റ് അക്കാഡമിയിൽ ഓൺലൈനും ഓഫ്ലൈനും ബാച്ചസും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കോഴ്സിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സാം വരെയാണ്. ഓക്കെ. എല്ലാ ബ്രാഞ്ചിലും നമ്മൾ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കിനി ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? കേരളത്തിൻ്റെ വിസ്തീർണം നമുക്ക് കാണാതെ അറിയാവുന്ന കാര്യമാണ് അല്ലേ. കേരള ബേസിക് ഫാക്ട്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ, എല്ലാ കേരള PSCയുടെ പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും നമ്മൾ കാണാതെ പഠിച്ചു വെച്ചേക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നോക്കുക, കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? ഓപ്ഷൻസ് നോക്കിക്കേ. 38,863 കിലോമീറ്റർ സ്ക്വയർ, ചതുരശ്ര കിലോമീറ്റർ. ഓപ്ഷൻ ബി 38,683 കിലോമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ സി 36,863 കിലോമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ഡി 38,866 കിലോമീറ്റർ സ്ക്വയർ. കണ്ണു അടച്ച് നമുക്ക് പറയാം ഏതാണ്. ഓപ്ഷൻ എ ആണ്. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് അല്ലേ കേരളത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഓർക്കുക. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? എത്രയാണ് മക്കളെ? തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് 560 കിലോമീറ്റർ ആണ് തെക്ക് വടക്ക് ദൂരം. തീരദേശ ദൈർഘ്യം എത്രയാണ്? 580 മുതൽ 590 കിലോമീറ്റർ വരെ അല്ലേ. 580 അല്ലെങ്കിൽ 590 കിലോമീറ്റർ ആണ് തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് 560 കിലോമീറ്റർ ആണ്. നമ്മളുടെ ചോദ്യം കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണെന്നാണ്. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ. 2, ഇന്ത്യൻ യൂണിയൻ്റെ എത്ര ശതമാനം കേരളം വരും അല്ലേ? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഇന്ത്യൻ യൂണിയൻ്റെ എത്ര ശതമാനമാണ് കേരളം? ഓപ്ഷൻസ് നോക്കിക്കേ. എ 2.76%, ബി 2.8%, സി 1.18% ആൻഡ് ഡി 1.28%. എത്രയാണ് ഇന്ത്യൻ യൂണിയൻ്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യൻ യൂണിയൻ അല്ലേ, നമ്മുടെ ഇന്ത്യയിൽ ഒരു ഭൂപ്രദേശം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യൻ യൂണിയനെ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ എത്ര ഭാഗത്തായിട്ടാണ് കേരളം കിടക്കുന്നത്? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ. 1.18%, 1.18%. ഇന്ത്യൻ യൂണിയൻ്റെ 1.18% കേരളം അല്ലേ. അത്രയും ഭാഗമായിട്ടാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. ഇനി നോക്കുക, കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രകൃതി വിഭാഗം ഏതെന്നാണ് അടുത്ത ചോദ്യം. കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏത്? ഓപ്ഷൻസ് ശ്രദ്ധിച്ചേ. എ മരുപ്രദേശം, ബി മലനാട്, സി തീരപ്രദേശം, ഡി ഇടനാട്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലേ. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3 തരംതിരിക്കാമെന്ന് നമുക്കറിയാം. മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഭാഗമല്ലാത്തത്? ഓപ്ഷൻ എ മരുപ്രദേശമാണ് അല്ലേ. മലനാട് കേരളത്തിൻ്റെ എത്ര ശതമാനമാണ് മലനാട് വരുന്നത്? 48%. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തീരപ്രദേശം 10%, ഇടനാട് 42% വരുന്നത് ഇല്ലേ. അപ്പോൾ ഈ ഓപ്ഷൻസിൽ ഏതാണ്? മരുപ്രദേശം കേരളത്തിൻ്റെ ഒരു വിഭാഗമല്ല ഈ ഓപ്ഷൻസിൽ അല്ലേ. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവയാണ് അല്ലേ. അപ്പോൾ ഇത് മലനാടിനെ ബേസ് ചെയ്ത് നമുക്ക് പിന്നെയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മലനാട് എന്താണ്? നമ്മളുടെ
നിരപ്പിനെ വെച്ച് എത്രയാണ്? 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭൂവിഭാഗമാണ് മലനാട്. അതേസമയത്ത് ഇടനാട് എന്ന് പറയുമ്പോഴോ സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിനും 7.5 മീറ്ററിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ്. തീരപ്രദേശം എന്താണ്? 7.5 മീറ്റർ വരെ, സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശത്തെയാണ് നമ്മൾ തീരപ്രദേശം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മലനാടിന്റെ ശരാശരി ഉയരം എത്രയാണ് മക്കളെ? മലനാടിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 900 മീറ്റർ ആണ് അല്ലേ. 900 മീറ്റർ ആണ് മലനാടിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ഇനി വരാൻ പോകുന്ന LP-UP എക്സാമിൻ്റെ എന്താണ് പഠനം നമുക്ക് ഇപ്പോഴേ ആരംഭിക്കണം അല്ലേ. നേരത്തെ പഠിച്ച് സെറ്റായിരുന്ന മിടുക്കുകളും മിടുക്കന്മാരുമാണ് നമുക്കുള്ളത്. അപ്പോൾ എന്താണ്, ഈ കഴിഞ്ഞ LP-UP പരീക്ഷകളിൽ വളരെ അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ കഴിയും, നമ്മുടെ ഇപ്പോഴത്തെ LP-UP അങ്ങോട്ട് കഴിഞ്ഞ് റിസൾട്ടൊക്കെ അങ്ങോട്ട് ഇതായപ്പോഴത്തേക്കിന് എന്താണ്, നമ്മുടെ ടാലൻറ്റിലെ മിടുക്കികളും മിടുക്കന്മാരും വളരെ അധികം കുട്ടികളാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അവർക്കെല്ലാം എന്താണ് വളരെ എളുപ്പത്തിൽ തന്നെ ആ LP-UP എന്നുള്ള സ്വപ്നം അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ, അതും പ്രത്യേകിച്ചും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ സൈക്കോളജി എന്ന വിഷയം അവർക്ക് പഠിപ്പിക്കുന്നതിനകത്തേക്ക് ആ ഒരു മേഖലയിലേക്ക് എനിക്കും കൂടി ഒരു അവസരം കിട്ടിയതിലൂടെ എന്താണ്, അവരുടെ ആ സ്വപ്ന ജോലി അവർ നേടാൻ കഴിയുന്നതിലൂടെ എന്താണ്, അതിൻ്റെ എൻ്റെയുമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട്. അതിനകത്ത് എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. അപ്പോൾ ഒരുപാട് നമുക്കറിയാം, ഈ കഴിഞ്ഞ LP-UP പരീക്ഷയിൽ 20ൽ 20 മാർക്കും, സൈക്കോളജി പാർട്ടിൽ 20ൽ 20 മാർക്കും നേടിയ കുട്ടികളാണ് എല്ലാവരും. ടാലൻറ്റ് അക്കാഡമിയുടെ കുട്ടികൾ പ്രത്യേകിച്ചും. കാരണം എന്താണ്, നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഇല്ലേ വളരെ ഈസി ആയിരുന്നു. LPയുടെ ആയാലും UPയുടെ ആയാലും ചോദ്യങ്ങൾ മുഴുവൻ മാർക്കും മേടിച്ച മിടുക്കികളുണ്ട്, മിടുക്കന്മാരുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന LP-UP എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സാം വരുന്നതോടടുപ്പിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഏപ്രിൽ 2-ന് തന്നെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എത്രയും വേഗം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ റിസൾട്ട് ഉള്ളിടത്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അറിയാലോ, അപ്പോൾ നമുക്ക് സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ. അപ്പോൾ LP-UPയെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ നിന്നും അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എക്സ്പേർട്ടായിട്ടുള്ള ടീച്ചേഴ്സാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ഭാവി എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ സുരക്ഷിതമാക്കുക. ഓക്കെ. അതേപോലെ 90 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സ് നമ്മുടെ ടാലൻറ്റ് അക്കാഡമി PSC ആസ്പിറൻസിന് വേണ്ടിയിട്ട് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി ബാച്ചിനും അതേപോലെ ജനറൽ ബാച്ചിനും മാർച്ച് 10-നാണ് നമ്മളത് ഡിഗ്രി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജനറൽ ബാച്ചിന് മാർച്ച് 18-നും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് എന്താണ്, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ കോൺടാക്റ്റ് താഴെ കാണുന്ന വിലാസത്തിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം എന്താ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. A പേരാമ്പാടി ചുരം, അടുത്തത് B പാലക്കാട് ചുരം, C നാഥുല ചുരം, D ബെനിഹാൾ ചുരം. പേരാമ്പാടി ചുരം ഇല്ലേ, അതെന്താണ്, കേരളവും കർണാടകവും തമ്മിലാണ് ഏത് ചുരം ബന്ധിപ്പിക്കുന്നത്? പേരാമ്പാടി. കേരളം ഇല്ലേ, കേരളവും കർണാടകത്തിലെ കൂർഗം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ എന്താണ്, തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്നത് ഏതാണ് മക്കളെ? ഓപ്ഷൻ B ആണ്, പാലക്കാട് ചുരമാണ് ഇല്ലേ. പാലക്കാട് ചുരമാണ് തമിഴ്നാട് അല്ലേ, കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കേരളം കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു പാലക്കാട് ചുരം. അപ്പോൾ കേരളവും തമിഴ്നാടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, പാലക്കാട് ചുരം എന്ന് പറയുന്നത്. അതേപോലെ നാഥുല ചുരം നിങ്ങൾക്ക് അറിയാം, നമ്മുടെ കേരളമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ലേ. സിക്കിം അതേപോലെ ടിബറ്റുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്നതാണ്. ബെനിഹാൾ ചുരമാണെങ്കിലും അതേപോലെ തന്നെ ജമ്മു കാശ്മീരിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതറിയാം. അപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ്, പാലക്കാട് ചുരമാണ് കേരളവും തമിഴ്നാടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരം. ഓക്കെ ആണല്ലോ. അടുത്തത്, പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നോക്കിക്കേ. A അഷ്ടമുടി കായൽ, B വേമ്പനാട്ട് കായൽ, C കൊടുങ്ങല്ലൂർ കായൽ, D ശാസ്താംകോട്ട കായൽ. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മക്കളെ? ഓപ്ഷൻ B ആണ് ആൻസർ. ഏതാണ്? വേമ്പനാട്ട് കായലിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ഇത് കൂടാതെ എന്താണ്, തണ്ണീർമുക്കം ബണ്ട് ഇല്ലേ, തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നു. തണ്ണീർമുക്കം ബണ്ട് അത് എവിടെയാണ്? തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത് ആണല്ലോ. ഭാരതത്തിലെ ഏറ്റവും നീളം കൂടിയ തടാകം എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? വേമ്പനാട്ട് കായലാണ്. ഓക്കെ, ഭാരതത്തിലെ ഏറ്റവും നീളം കൂടിയ തടാകം ഇല്ലേ. 14 കിലോമീറ്റർ ആണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്. 1515 ചതുരശ്ര കിലോമീറ്റർ ആണ് വേമ്പനാട്ട് കായലിൻ്റെ വിസ്തീർണം. അപ്പോൾ കേരളത്തിലെ
ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. അതേപോലെ തന്നെ നമ്മുടെ പമ്പാ നദി, പെരിയാർ എന്നിവ പതിക്കുന്നത് എവിടെയാണ് മക്കളെ? വേമ്പനാട്ട് കായലിലാണ് അല്ലേ? പമ്പ, അതേപോലെ തന്നെ എന്താണ് പെരിയാർ എന്നിവയുടെ പതനം വേമ്പനാട്ട് കായലിലാണെന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? ഇത് സാധാരണ കുട്ടികൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും, പക്ഷേ ഇത് പലതവണ നമുക്ക് ചോദ്യം വന്നൊരു ഏരിയ ആണ് അല്ലേ? കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓപ്ഷൻസ് നോക്കിക്കേ. എ 8 ഡിഗ്രി 17 30 വടക്ക് മുതൽ 12 ഡിഗ്രി 47 40 വടക്ക് വരെ. ഓപ്ഷൻ ബി 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് കിഴക്ക് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് കിഴക്ക് വരെ. സി 8 ഡിഗ്രി 12 മിനിറ്റ് 30 സെക്കൻഡ് വടക്ക് മുതൽ 12 ഡിഗ്രി 47 40 വടക്ക് വരെ. ഡി 12 ഡിഗ്രി 8 മിനിറ്റ് 40 സെക്കൻഡ് കിഴക്ക് മുതൽ 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് കിഴക്ക് വരെ. ഏതായിരിക്കും ഇതിൽ ആൻസർ? അക്ഷാംശ സ്ഥാനം കേരള ലൈസ് ബിറ്റ്വീൻ വിച്ച് ലാറ്റിറ്റ്യൂഡിൽ, ഏതിൽ ലാറ്റിറ്റ്യൂഡിലാണ് വരിക? ഓപ്ഷൻ എ ആണ് ആൻസർ. 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് വടക്ക് മുതൽ 17 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് വടക്ക് വരെ. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വടക്ക് അക്ഷാംശ സ്ഥാനം പറയുമ്പോൾ നമ്മൾ നോർത്ത് വെച്ചാണ് പറയുക. ഓപ്ഷൻസിൽ ഉറപ്പായിട്ടും BSc ചോദിച്ച പരീക്ഷയിലോ എന്തുണ്ടായിരുന്നു? കിഴക്കെന്നുള്ളത് ഈ സെയിം ഇതിട്ടിട്ട് കിഴക്ക് എന്നുള്ളതും കൂടെ തന്നിരിക്കുക. അപ്പോൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് കൺഫ്യൂഷൻ വരും. ഇവരിത് മാത്രം ശ്രദ്ധിക്കും, വടക്കാണോ കിഴക്കാണോ എന്നുള്ളത് ശ്രദ്ധിക്കത്തില്ല. അത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് അക്ഷാംശ രേഖ പറയുമ്പോൾ എങ്ങനെയാണ്? വടക്കാണ് പറയുന്നത് അല്ലേ? 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് വടക്ക് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് വടക്ക് വരെയാണ്. അപ്പോൾ നമ്മൾ ഈ അക്ഷാംശം പറയുന്നത് കൊണ്ട് തന്നെ എന്താണ്, രേഖാംശ രേഖ കൂടി നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. രേഖാംശ സ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കിനും എത്രയാണ് വരിക? 74 ഡിഗ്രി 27 മിനിറ്റ് 47 സെക്കൻഡ് ഈസ്റ്റ് അല്ലേ? കിഴക്ക് അല്ലേ? കിഴക്ക്. ആൻഡ് 77 ഡിഗ്രി 37 മിനിറ്റ് 12 സെക്കൻഡ് ഈസ്റ്റ്. ഇതാണ് കേരളത്തിൻ്റെ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത്. 74 27 47 കിഴക്ക് ഈസ്റ്റ്, അതേപോലെ 77 37 12 കിഴക്ക്. ഇതാണ് രേഖാംശ രേഖ എന്ന് പറയുന്നത്. രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത് അക്ഷാംശ സ്ഥാനം. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി മുതൽ മന്ത്ലി ഫീസിൽ നമ്മുടെ ടാലന്റ് അക്കാഡമിയിൽ പഠിക്കാം. അപ്പോൾ ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല, എല്ലാ KPSCയുടെ അതായത് കേരള PSC കോഴ്സുകൾക്കും അതേപോലെ തന്നെ റെയിൽവേയുടെ എക്സാമുമായി ബന്ധപ്പെട്ട കോഴ്സുകൾക്കും നമ്മൾ ഓഫ്ലൈൻ കോഴ്സിന് നമ്മൾക്ക് മന്ത്ലി ഫീ ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ കോൺടാക്റ്റ് നമ്പറിൽ വിളിച്ചിട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്കിനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ഫയർമാൻ, ഫയർവുമൺ, സിവിൽ പോലീസ് ഓഫീസർ ആൻഡ് WCPO, ഡിവിഷണൽ അക്കൗണ്ടന്റ് ആൻഡ് ലീഗൽ അസിസ്റ്റൻസ്. വളരെ പ്രധാനപ്പെട്ട പരീക്ഷകളാണ് അല്ലേ? അസിസ്റ്റന്റ് സെയിൽസ്മാൻ, പോലീസ് കോൺസ്റ്റബിൾ ആൻഡ് ഫയർമാൻ, ഡ്രൈവർ. അപ്പോൾ ഈ എക്സാംസുമായിട്ട് എന്താണ് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമുകളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ കോഴ്സിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ടാലന്റ് അക്കാഡമിയുടെ എല്ലാ ബ്രാഞ്ചസിലും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും എല്ലാം ഉണ്ട്. നിങ്ങൾക്കറിയാലോ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് മെയിൻസ്, അതേപോലെ സബ് ഇൻസ്പെക്ടറിൻ്റെ പ്രിലിംസ് മെയിൻസ് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളാണ് അല്ലേ? നമ്മളുടെ സ്വപ്നത്തിലേക്ക് നമ്മൾ കടന്നുകൂടാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളാണ്. അപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ കോഴ്സസ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളത്, എന്നാൽ എന്താണ് നിങ്ങൾക്ക് ഒരു മാർക്ക് കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും, പക്ഷേ എല്ലാ കുട്ടികളും മിക്കവാറും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ കേരള ജോഗ്രഫിയുടെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുകയാണ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി കാണും വരേക്കും നന്ദി.